ഹലോ, തമ്മിൽ കണ്ട പോലെ കവായി ജേണൽ സപ്ലൈസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ പേപ്പർ തന്നെ തുടങ്ങാം. ഇതിലിപ്പോൾ ഗ്രിഡ് ലൈൻസ് കൊടുക്കാം. ഈ ഗ്രിഡ് ലൈൻസ് കൊടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻസ് വേണമെന്നൊന്നുമില്ല. കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞാലൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വേണമെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഈ രണ്ടാമത്തെ ലൈന് കുറച്ച് ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് അടുത്തായിട്ടാണ് വരണിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ പാറ്റേൺ കാണിച്ചു തരാം. ഇതിൽ കുറച്ച് വലുതായിട്ടുള്ള ചെക്ക് പാറ്റേൺ കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ വരുന്ന പോലെ തന്നെ പക്ഷേങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 2 കളറും കൂടി ആഡ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. അതും ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിൽ. ഈ സ്കെച്ച് വെച്ചിട്ട് നടുവിലോട്ട് ഒരു ലൈൻസ് വരണം കൊടുക്കാം. ഇനി ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ബ്രഷ് പെൻ എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടി വരണം കൊടുക്കാം. പിന്നെ ഇതിൽ ഡാർക്കായിട്ട് വരുന്ന ലൈൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് വളഞ്ഞിന്, പക്ഷേ ലൈറ്റ് ഷെയ്ഡ് വരയ്ക്കുമ്പോൾ കുറച്ച് റെഡി ആവുമായിരിക്കും. മൂന്നാമത്തെ പാറ്റേൺ ഗ്രിഡ് തന്നെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹാർട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം ഗ്രിഡ് തന്നെ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നാലാമത്തതിൽ ഡയഗണലായിട്ട് ക്രോസ് ചെക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ 3 കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ 4 പാറ്റേണിൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേൺ. ഈ പാറ്റേൺ പേപ്പർ ചെയ്യുമ്പോൾ എപ്പോഴും മൈൻഡിൽ വരാം ഈ ഗ്രിഡ് ലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 4 ചെയ്തതും ഗ്രിഡ് ലൈൻസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മളെന്തെങ്കിലും ഈ സ്റ്റിക്കേഴ്സും പിക്ചേഴ്സും എല്ലാം വെക്കുമ്പോൾ വേറെ തന്നെ ഒരു രസമാണ് കാണാൻ. ഈ ഗ്രിഡ് ലൈൻസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറേ ഐഡിയാസും മൈൻഡിൽ വരും. അപ്പോൾ ഇതേപോലത്തെ പാറ്റേൺ ചെയ്യുമ്പോൾ കുറേ കളേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഇനി രണ്ടാമത്തേതായിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ കവായി സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ കുറച്ച് പിക്ചേഴ്സ് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഔട്ടർ ലൈന് ബ്ലാക്കിൽ കൊടുക്കണം. ഇനി വരക്കാൻ അറിയില്ലെന്ന് വെച്ചാൽ പിൻട്രസ്റ്റിൽ ഇമേജ് ഡൗൺലോഡ് ചെയ്യുക, ബ്രൈറ്റ്നെസ് കൂട്ടുക, എന്നിട്ടൊന്ന് വരച്ചെടുക്കുക. ഇതിൽ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന പിക്ചേഴ്സ് മാത്രമേ ഇതിൽ വരച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് ഇതേപോലെ വരഞ്ഞെടുത്തിട്ട് ഒന്ന് കളറെല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ക്യൂട്ടാക്കിയിട്ട് എടുക്കാം. പക്ഷേങ്കിൽ ഞാൻ ഈ വരച്ച ഈ ഒരു പിക്ചറിൽ കുറച്ച് മാത്രമേ കളർ ചെയ്തേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു പിക്ചർ വരക്കാൻ കാരണം. അപ്പോൾ എന്നെപ്പോലെ മടിയുള്ള ആൾക്കാരാണെങ്കിൽ വേഗം പണി തീർന്ന് കിട്ടുന്ന ഇതേപോലത്തെ പിക്ചേഴ്സ് എടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ ഒന്ന് ബാക്കിയെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വേണ്ടുന്നത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇതിൽ മുന്നേ സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ബട്ടർ പേപ്പറിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ വേറൊരു മെത്തേഡും കൂടിയുണ്ട്. നോർമൽ ഫെവി സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് വേണ്ടുന്ന സമയത്ത് ഒന്ന് വാട്ടർ ആക്കിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ സെലോ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണ്ടുന്ന സമയത്ത് ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് പീൽ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കട്ട് ചെയ്തിട്ട് കളഞ്ഞു പോകുന്നതിനെക്കാട്ടി നല്ലതാണ് ഷീറ്റിൽ വെച്ചിട്ട് വേണ്ടുമ്പോൾ യൂസ് ചെയ്യാൻ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നെക്സ്റ്റ് വാഷി ടേപ്പ് ഉണ്ടാക്കാം. നിങ്ങളടുത്ത് A4 ഷീറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ A4 ഷീറ്റ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കുക. ഞാനിവിടെ ഒന്ന് ലൈറ്റ് ഷെയ്ഡും പിന്നെ ഒന്ന് ഡാർക്ക് ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡുമാണ് കൊടുത്തിട്ടുള്ളത്. പിങ്കിൽ ഒരു ബോ വെച്ചിട്ട് ചെയ്യാം. പക്ഷേങ്കിൽ ഈ ബോ വെച്ചിട്ട് ചെയ്തത് എനിക്കെന്തോ ശരിയായിട്ടില്ല. പിന്നെ രണ്ടാമത് ഒരു പേസ്റ്റൽ ബ്ലൂവിൽ ഒരു പിങ്ക് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഒപ്പിക്കാം. അതും വലിയ ഇഷ്ടപ്പെട്ടിക്കൊന്നുമില്ല എനിക്ക്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആക്കിപ്പോയില്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുമ്പോൾ എല്ലാം ശരിയാണെന്നില്ലല്ലോ, കുറച്ചെല്ലാം മിസ്റ്റേക്സ് പറ്റാമല്ലോ. അപ്പോൾ എന്താ പറയുക, സാരമില്ലാന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തിൽ ഞാൻ കുറച്ച് യെല്ലോയിൽ റെഡ് ചെറീസാണ് കൊടുത്തിട്ടുള്ളത്. അതന്നെ ഈ റെഡ് അടിക്കുന്ന സമയത്ത് കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായ പോലെ ഉണ്ടായിന് റെഡ്. അതിപ്പോൾ എൻ്റെ പ്രശ്നമല്ല, അത് സ്കെച്ചിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക, എന്നിട്ട് അതിനൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് ഗമ്മടിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നിങ്ങളടുത്ത് കഴിഞ്ഞ സെലോ ടാപ്പിൻ്റെ റോൾ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇതിൽ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടാവില്ലേ, അതിങ്ങനെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കും. എന്നിട്ട് വേണ്ടുന്ന സമയത്ത് അത് പറിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ബട്ട് ഞാൻ ഇത് സാധാ നോർമൽ പോലെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഗമ്മാക്കി അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എൻഡ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതെന്തായാലും വിട്ടു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ പേപ്പർ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടെടുക്കാം.
അങ്ങനെ ചെയ്തിട്ട് കൊളായിപ്പോയ 3 വാഷി ടേപ്പ് ഇവിടെ വെക്കാം. ഇനി 4മത്തേതായിട്ട് കുറച്ച് ലാബിൾസ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ എന്ത് ചെയ്യുമ്പോൾ ഗ്രിഡ് ലൈൻസാണ് വരുന്നു, അതേപോലെ തന്നെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ലാബിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരച്ചോ, എന്ത് വരച്ചു കഴിഞ്ഞാലും ഇതേപോലത്തെ എല്ലാം വരച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ജേണൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കിട്ടും, അതെന്തായാലും ഉറപ്പാണ്. ഇനി രണ്ടാമത്തെ എന്താ വരച്ചതെന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ആലോചിച്ച് നോക്കി, ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാലും സാരില്ല, അടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വരച്ചതാണ്. ഇപ്പോൾ ഈ വോയിസ് എടുക്കുന്ന സമയത്ത് ഈ ഒരു സാധനം നോക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇടുന്നല്ലോ എങ്ങനെയല്ലോ നോക്കുമ്പോൾ ഒരു കേക്കിനെ പോലെയെല്ലാം തോന്നുന്നു. ഇനി ഈ കേക്കിനെ കളർ ചെയ്ത് കൊടുക്കാം, ബ്ലൂവും യെല്ലോവും കൊടുക്കാം. നെക്സ്റ്റ് ഈ വരച്ചെടുത്ത ലേബിളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി കുറച്ച് സ്റ്റാമ്പ്സ് ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ അടുപ്പൊക്കെ എന്നിട്ടൊന്ന് വരച്ചെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈറ്റ് കളേഴ്സും എടുക്കാം. ഇതിപ്പോൾ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളടുത്ത് ബ്രഷ് പെൻ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ ആക്രിലിക് പെയിൻറ്റ് കുറച്ച് വാട്ടർ ചെയ്തിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടി മാർക്കർ യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ചെക്സോ ഗ്രിഡോ എന്താണെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രിഡ് ലൈൻസും പിന്നെ ബോവും ഇതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഇതിന് കൊടുക്കാം. ഈ ഒരു സ്റ്റാമ്പ്സ് സർക്കിളിലല്ലാണ്ട് പല ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലത്തെ സ്റ്റാമ്പ്സും ലാബിൾസും സ്റ്റിക്കേഴ്സും ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ജേർണൽസ് ചെയ്യുമ്പോൾ പെട്ടെന്നെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ജേർണലിങ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.